നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ 2024 നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് സെഗ്മെൻറ്റിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് 2024 സുപ്രധാനമായ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചാണ്. അതിലാദ്യമായി നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ വ്യക്തിയുടെ പേരാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ വ്യക്തിയുടെ പേരാണ് സഞ്ജീവ് ഖന്ന. അതേപോലെ കുമാരനാശാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനി വാഴ്ക്കിനാവ് എന്ന നോവൽ രചിച്ചിരിക്കുന്ന വ്യക്തിയാര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പെരുമ്പടവം ശ്രീധരൻ. പെരുമ്പടവം ശ്രീധരനാണ് കുമാരനാശാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനി വാഴ്ക്കിനാവ് എന്ന നോവൽ രചിച്ചിരിക്കുന്നത്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് തെളിമ. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് തെളിമ എന്നത്. അനധികൃത മണൽ ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അനധികൃത ഖനനം തടയാനായി ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് നവജീവൻ. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് നവജീവൻ എന്നത്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് തയ്യീബ് ഇക്രം. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി രണ്ടാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് തയ്യീബ് ഇക്രം. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നതാണ് നവംബർ മാസം 11. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നതാണ് നവംബർ മാസം 11. ഭാരതത്തിൻ്റെ പ്രഥമ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നവംബർ 12. മലയാളത്തിലെ ആദ്യത്തെ AI എൻസൈക്ലോപീഡിയ ആണ് നിർമ്മിത ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ AI എൻസൈക്ലോപീഡിയയുടെ പേരാണ് നിർമ്മിത ബുദ്ധി. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് അതേപോലെ ഹിന്ദി എന്നീ ഭാഷകളിലുള്ള പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഇ-ക്യൂബ് എന്നത്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകളിലെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഇ-ക്യൂബ്. കോങ് റേ എന്ന ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യത്തിൻ്റെ പേരാണ് തായ്വാൻ. തായ്വാൻ എന്ന രാജ്യത്തിലാണ് കോങ് റേ എന്ന ചുഴലിക്കാറ്റ് നാശം വിതച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായ രീതി അവലംബിച്ച് കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃഷിവകുപ്പ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണ് കേര. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായ രീതി അവലംബിച്ചുകൊണ്ട് കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷിവകുപ്പ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണ് കേര. മുട്ട ചേർത്ത മയോണൈസ് നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പേരാണ് തെലങ്കാന. മുട്ട ചേർത്ത മയോണൈസ് നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി സൈനിക അഭ്യാസമായ വിൻബാക്സ് 2024ൻ്റെ വേദിയാണ് ഹരിയാനയിലെ അംബാല. വിയറ്റ്നാം ഇന്ത്യ ഉഭയകക്ഷി സൈനിക അഭ്യാസമായ വിൻബാക്സ് 2024ൻ്റെ വേദിയാണ് ഹരിയാനയിലെ അംബാല. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ട്രിപ്പിൾ ജമ്പ് താരമായ അബ്ദുള്ള അബൂബക്കറാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ട്രിപ്പിൾ ജമ്പ് താരമായ അബ്ദുള്ള അബൂബക്കറാണ്. നിയമപരമായി വിവാഹിതരല്ലെങ്കിൽ സ്ത്രീയുടെ പരാതിയിൽ പങ്കാളിക്കോ ബന്ധുക്കൾക്കോ എതിരെ ഗാർഹിക പീഡന കുറ്റം നിലനിൽക്കില്ലെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. നിയമപരമായി വിവാഹിതരല്ലെങ്കിൽ സ്ത്രീയുടെ പരാതിയിൽ
പങ്കാളിക്കോ ബന്ധുക്കൾക്കോ എതിരെ ഗാർഹിക പീഡനക്കുറ്റം നിലനിൽക്കില്ലെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പാണ് Hex20 എന്നത്. സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പാണ് Hex20 എന്നത്. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരമാണ് സ്മൃതി മന്ധാന. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരമാണ് സ്മൃതി മന്ധാന. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചത് NS മാധവനാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചത് NS മാധവനാണ്. കേരള ജ്യോതി പുരസ്കാരം 2024 ലഭിച്ചത് പ്രൊഫസർ MK സാനുവിനാണ്. കേരള ജ്യോതി പുരസ്കാരം 2024 ലഭിച്ചത് പ്രൊഫസർ MK സാനുവിനാണ്. 2024 കേരള പ്രഭ എന്ന പുരസ്കാരം നേടിയ വ്യക്തികളാണ് ഡോക്ടർ S സോമനാഥ്. ISROയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ S സ്വാമിനാഥന് പുറമെ കാർഷിക മേഖലയിൽ നിന്നും ഭുവനേശ്വരി എന്ന വ്യക്തി കൂടി ഇത് ലഭിച്ചിട്ടുണ്ട്. 2024 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചവരാണ് കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ ആരോഗ്യ മേഖലയിൽ നിന്നും, നാരായണ ഭട്ടതിരി കാലിഗ്രാഫിയിൽ നിന്നും, സഞ്ജു സാംസൺ കായിക മേഖലയിൽ നിന്നും, ഷൈജ ബേബി സാമൂഹിക സേവനം അഥവാ ആശാ വർക്കർ എന്ന മേഖലയിൽ നിന്നും, VK മാത്യൂസ് വാണിജ്യ മേഖലയിൽ നിന്നും. കേരളപ്രഭ, കേരള ജ്യോതി, കേരളശ്രീ എന്നിവയാണ് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള ജ്യോതി, രണ്ടാമത്തേത് കേരളപ്രഭ, മൂന്നാം സ്ഥാനത്തുള്ളതാണ് കേരളശ്രീ എന്ന പുരസ്കാരം. കോളിൻസ് നിഘണ്ടു 2024 വാക്കായി തിരഞ്ഞെടുത്തതാണ് ബ്രാറ്റ് എന്നത്. BRAT എന്നതാണ് കോളിൻസ് നിഘണ്ടു 2024 വാക്കായി തിരഞ്ഞെടുത്തത്. അയിത്ത ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥയ്ക്ക് 2024 100 വർഷം പൂർത്തിയാവുകയാണ്. അയിത്ത ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥയ്ക്ക് 2024 100 വർഷം പൂർത്തീകരിക്കപ്പെട്ടു. കേരളപ്പിറവി ദിനമായി ആചരിക്കുന്നത് നവംബർ 1. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമമാണ് ഉജ്ജാർ ഉളവാർ. കാസർഗോഡ് ജില്ലയിലാണ് ഇത്. റവന്യൂ വകുപ്പാണ് ഡിജിറ്റൽ ഭൂസർവേ നടപ്പിലാക്കുന്നത്. ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 180 രാജ്യങ്ങളുള്ള പട്ടികയിൽ ഇന്ത്യ 176ാമത്തെ സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് ലക്സംബർഗ്, രണ്ടാം സ്ഥാനത്ത് എസ്റ്റോണിയ, മൂന്നാം സ്ഥാനത്ത് ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ്. ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 180 രാജ്യങ്ങൾ അടങ്ങിയ പട്ടികയിൽ ഇന്ത്യ 176ാമത് സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. BPL എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായിരുന്ന TGP നന്ദ്യാർ 2024 നവംബറിൽ അന്തരിച്ചു. 2024 UN ജൈവ വൈവിധ്യ ഉച്ചകോടി കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 16 അഥവാ COP16 എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. 2024 UN ജൈവ വൈവിധ്യ ഉച്ചകോടിക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദിയാണ് കൊളംബിയയിലെ കാലിയാണ് 2024 UN ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദി. 47ാമത് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെയാണ്. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. US പ്രസിഡൻ്റാവുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. 127 വർഷത്തിന് ശേഷം തുടർച്ചയായിട്ടല്ലാതെ US പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയും ഡൊണാൾഡ് ട്രംപാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. ഇദ്ദേഹത്തിൻ്റെ ചിഹ്നം ആനയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഡെമോക്രാറ്റിക്
പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ കമല ഹാരിസാണ്. US തെരഞ്ഞെടുപ്പിൽ ബഹിരാകാശത്ത് നിന്നും വോട്ട് ചെയ്തവരാണ് സുനിത വില്യംസും ബുച്ച് വിൽമോർ എന്നിവർ. സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നിവർ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബഹിരാകാശത്ത് നിന്നും വോട്ട് ചെയ്ത വ്യക്തികളാണ്. അമേരിക്കയുടെ 50ാമത് വൈസ് പ്രസിഡന്റാണ് ജെഡി വാൻസ്. അമേരിക്കയുടെ 50ാമത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജെഡി വാൻസ്. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം ജില്ലയാണ്. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം ജില്ലയാണ്. ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലാ ടീമിന് നൽകുന്ന ട്രോഫിയുടെ പേരാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസഡറായിരുന്ന PR ശ്രീജേഷ്. തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ വെങ്കല മെഡൽ നേടിയ കേരളത്തിലെ ആദ്യ കായിക താരമാണ് PR ശ്രീജേഷ്. അദ്ദേഹത്തിൻ്റെ കായിക വിനോദമാണ് ഹോക്കി. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമായിരുന്നു തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ. തക്കുടു എന്ന അണ്ണാറക്കണ്ണനായിരുന്നു സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം. ഈ അടുത്തയിടെ ഇന്ത്യയിലെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള ഗ്രഹത്തിൻ്റെ പേരാണ് TOI 6651b. TOI 6651b. ഈ അടുത്തയിടെ ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള ഗ്രഹത്തിൻ്റെ പേരാണ് TOI 6651b എന്നത്. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ഗവേഷകരാണ് TIO 6651b എന്ന ഗ്രഹത്തിന് പേര് നൽകിയിരിക്കുന്നത്. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേരാണ് പ്രോബ് 3 എന്നത്. ഇന്ത്യയിൽ നിന്നാണ് പ്രോബ് 3 വിക്ഷേപിച്ചിരിക്കുന്നത്. ISROയുടെ PSLV XL റോക്കറ്റാണ് പ്രോബ് 3 ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നത്. സൂര്യഗ്രഹണം കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി അയച്ചിരിക്കുന്ന ഉപഗ്രഹത്തിൻ്റെ പേരാണ് പ്രോബ് 3 എന്നത്. ഇന്ത്യയിൽ നിന്നുമാണ് പ്രോബ് 3 വിക്ഷേപിച്ചിരിക്കുന്നത്. ISROയുടെ PSLV XL റോക്കറ്റാണ് പ്രോബ് 3 ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഹിന്ദി പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് E-ക്യൂബ് എന്നത്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായ രീതി അവലംബിച്ച് കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃഷി വകുപ്പ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണ് കേര എന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായ രീതി അവലംബിച്ച് കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃഷി വകുപ്പ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണ് കേര. കേരളത്തിലെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായുള്ള കേര പദ്ധതിക്ക് ലോകബാങ്കിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. വിയറ്റ്നാം ഇന്ത്യ ഉഭയകക്ഷി സൈനിക അഭ്യാസം വിൻബാക്സ് 2024 നടത്തിയത് ഹരിയാനയിലെ അംബാല എന്ന സ്ഥലത്താണ്. വിയറ്റ്നാമിൻ്റെ പ്രധാനമന്ത്രിയുടെ പേരാണ് ഫാം മിൻ ചിൻ. വിയറ്റ്നാമിൻ്റെ പ്രധാനമന്ത്രിയുടെ പേരാണ് ഫാം മിൻ ചിൻ. സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ട്രിപ്പിൾ ജമ്പ് താരമായ അബ്ദുള്ള അബൂബക്കറിനാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2024 ഒക്ടോബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗുജറാത്തിലും കേന്ദ്രഭരണ പ്രദേശമായ ദാമൻ ദ്വീപിലും വിജയകരമായി നടത്തിയ തീരദേശ സുരക്ഷാ അഭ്യാസത്തിൻ്റെ പേരാണ് സാഗർ കവച് എന്നത്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരത്തിൻ്റെ പേരാണ് സ്മൃതി മന്ദാന. 8 സെഞ്ചുറികളാണ് സ്മൃതി മന്ദാന നേടിയിരിക്കുന്നത്. മറികടന്നത് മിതാലി രാജിൻ്റെ റെക്കോർഡാണ്. 2024 നവംബറിൽ വിടവാങ്ങിയ ലോക പ്രശസ്ത സംഗീത സംവിധായകനും ഗാനരചയിതാവും പ്രൊഡ്യൂസറുമായ വ്യക്തിയുടെ പേരാണ് ക്വിൻസി ജോൺസ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ക്യൂ. മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേരാണ് രത്തൻ ടാറ്റ സ്റ്റേറ്റ് സ്കിൽ യൂണിവേഴ്സിറ്റി. രത്തൻ ടാറ്റ സ്റ്റേറ്റ് സ്കിൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. കവാൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ്.
കവാൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ്. വഴിച്ചണ്ട എന്ന നോവലിൻ്റെ രചയിതാവിൻ്റെ പേരാണ് സുഷ്മേഷ് ചന്ദ്രോത്ത്. വഴിച്ചണ്ട എന്ന നോവലിൻ്റെ പേരാണ് സുഷ്മേഷ് ചന്ദ്രോത്ത്. വഴിച്ചണ്ട എന്ന നോവൽ എഴുതിയ രചയിതാവിൻ്റെ പേരാണ് സുഷ്മേഷ് ചന്ദ്രോത്ത്. ഗോവിന്ദ് സാഗർ തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തിലാണ് ഗോവിന്ദ് സാഗർ എന്ന തടാകം സ്ഥിതി ചെയ്യുന്നത്. ഡോങ്ഫെങ് 26 മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ചൈന. ഡോങ്ഫെങ് 26 മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ചൈന. വിക്രാന്ത് എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശ വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ച കപ്പൽശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. വിക്രാന്ത് എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ച കപ്പൽശാലയുടെ പേരാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ചിത്രശലഭ വൈവിധ്യ കേന്ദ്രമായി ഉയർന്നുവന്ന ദേശീയ ഉദ്യാനമാണ് കാശിരംഗ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ ചിത്രശലഭ വൈവിധ്യ കേന്ദ്രമായി ഉയർന്നുവന്ന ദേശീയ ഉദ്യാനമാണ് കാശിരംഗ നാഷണൽ പാർക്ക്. ആനപ്പാറയിൽ കടുവ കുടുംബത്തെ പിടികൂടുന്നതിനുള്ള ഓപ്പറേഷൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ റോയൽ സൈട്രപ്സ്. ആനപ്പാറയിൽ കടുവ കുടുംബത്തെ പിടികൂടുന്നതിനായുള്ള ഓപ്പറേഷൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ റോയൽ സൈട്രപ്സ്. തഡോബ അന്താരി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ടൈഗർ റിസർവിൻ്റെ പേരാണ് തഡോബ അന്താരി ടൈഗർ റിസർവ്. കൽക്ക ഷിംല റെയിൽവേ ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. കൽക്ക ഷിംല റെയിൽവേ എന്നത് ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ഐഫോൺ 16ൻ്റെ ഉപയോഗവും വിൽപ്പനയും നിരോധിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ. ഐഫോൺ 16ൻ്റെ ഉപയോഗവും വിൽപ്പനയും നിരോധിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ. ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് അനന്യം. ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് അനന്യം. ഓപ്പൺ AI ഈയിടെ അവതരിപ്പിച്ച സെർച്ച് എഞ്ചിൻ്റെ പേരാണ് ചാറ്റ് GPT സെർച്ച് എന്നത്. ഓപ്പൺ AI ഈയിടെ അവതരിപ്പിച്ച സെർച്ച് എഞ്ചിൻ്റെ പേരാണ് ചാറ്റ് GPT സെർച്ച്. സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറൽ നിയമിതരായി ആദ്യ വനിതയുടെ പേരാണ് ആരതി സരിൻ. സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിതയുടെ പേരാണ് ആരതി സരിൻ. ക്ഷയരോഗമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് 2025-ലാണ്. ക്ഷയരോഗമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് 2025-ലാണ്. പ്രഥമ ഖോ വേൾഡ് കപ്പിൻ്റെ വേദിയാണ് ന്യൂഡൽഹി. പ്രഥമ ഖോ വേൾഡ് കപ്പിൻ്റെ വേദിയാണ് ന്യൂഡൽഹി. 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദിയാണ് പാരീസ്. പാരീസാണ് 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി. അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പിൻ്റെ പേരാണ് സൂപ്പർ ആപ്പ്. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പാണ് സൂപ്പർ ആപ്പ്. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയറാണ് KREAP എന്നത്. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് KREAP എന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചത് NS മാധവനാണ്. 5 ലക്ഷം രൂപയും പ്രശംസി പത്രവും ഫലകവുമാണ് പുരസ്കാരമായി നൽകുന്നത്. കേരളപ്പിറവി ദിനമായി ആചരിക്കുന്നത് നവംബർ മാസം 1-ാം തീയതിയാണ്. 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ കൂടിച്ചേർന്നാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്.
ഐക്യകേരളം രൂപം കൊണ്ടിട്ട് ഇന്ന് 68 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പുനർനിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പുനർനിയമിതനായ വ്യക്തിയുടെ പേരാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിനമാണ് നവംബർ 11. സ്വതന്ത്ര ഇന്ത്യയിൽ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. 1888 നവംബർ മാസം 11 തീയതിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ചത്. അയിത്തജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥ 2024 100 വർഷം പൂർത്തീകരിച്ചു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 1924 നവംബർ മാസം 1 തീയതിയാണ് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ പുറപ്പെട്ടത്. ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ 176ാമത് സ്ഥാനം അലങ്കരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 1-ാം സ്ഥാനം ലക്സംബർഗ്, 2-ാം സ്ഥാനം എസ്റ്റോണിയ, 3-ാം സ്ഥാനം ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾക്കാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് അനന്യം എന്ന പദ്ധതി. സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയുടെ പേരാണ് ആർ ബിന്ദു. കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരാണ് ആർ ബിന്ദു. സിംഗപ്പൂർ ആസ്ഥാനമായ സെംബ് കോർപ്പ് കമ്പനി ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി എന്ന സംസ്ഥാനത്ത് ഒരു ഗ്രീൻ അമോണിയ പ്ലാന്റ് സ്ഥാപിക്കുന്നുണ്ട്. സിംഗപ്പൂർ ആസ്ഥാനമായ സെംബ് കോർപ്പ് എന്ന കമ്പനി ഗ്രീൻ അമോണിയ പ്ലാന്റ് സ്ഥാപിക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ്. കേരളത്തിൻ്റെ സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹാപ്പിനെസ് സെൻറ്റർ. കേരളത്തിൻ്റെ സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹാപ്പിനെസ് സെൻറ്റർ. 2025 ദുബായിൽ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ ഒരുങ്ങുന്ന IITയുടെ പേരാണ് IIT മദ്രാസ്. 2024 ഒക്ടോബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച മുൻ ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റൻ്റെ പേരാണ് റാണി രാംപാൽ. 2024 ഒക്ടോബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച മുൻ ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ഹോക്കി ക്യാപ്റ്റൻ്റെ പേരാണ് റാണി രാംപാൽ. സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിതയാണ് ആരതി സരിൻ. സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിതയാണ് സരിൻ. 2024 UN ജൈവ വൈവിധ്യ ഉച്ചകോടി അഥവാ COP16 വേദിയായിരുന്നു കൊളംബിയയിലെ കാലി. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നത് മനുഷ്യൻ്റെ അഹന്തയാണെന്ന് വിധിച്ച കോടതിയുടെ പേരാണ് കേരള ഹൈക്കോടതി. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നത് മനുഷ്യൻ്റെ അഹന്തയാണെന്ന് വിധിച്ച കോടതിയാണ് കേരള ഹൈക്കോടതി. ഓപ്പൺ AI ഈയിടെ അവതരിപ്പിച്ച സെർച്ച് എഞ്ചിനാണ് ChatGPT സെർച്ച് എന്നത്. KSFE നിലവിൽ വന്ന വർഷമാണ് 1969 നവംബർ 6. KSFE നിലവിൽ വന്നിട്ട് 2024 55 വർഷം നിലവിൽ വരികയാണ്. KSFE നിലവിൽ വന്നത് 1969 നവംബർ 6 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദിയാണ് പാരീസ്. അടുത്തയിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പാണ് സൂപ്പർ ആപ്പ്. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പാണ് സൂപ്പർ ആപ്പ്. കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയുടെ പേരാണ് അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയുടെ പേരാണ് അശ്വിനി വൈഷ്ണവ്. നവംബർ 2 161ാമത് ജന്മദിനം ആചരിക്കുന്ന കേരളത്തിൻ്റെ നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു. നവംബർ 2 161ാമത് ജന്മദിനം ആചരിക്കുന്ന കേരളത്തിലെ നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു. 1863 നവംബർ 2 ഡോക്ടർ പൽപ്പുവിൻ്റെ ജന്മദിനമായി ആചരിക്കുന്നു.
ലോക സുനാമി ബോധവൽക്കരണ ദിനമായി ആചരിക്കപ്പെടുന്ന ദിനമാണ് നവംബർ 5. കയർ ദിനമായി ആചരിക്കുന്നതും നവംബർ 5 കയർ ദിനം ആചരിച്ചു തുടങ്ങിയത് 2012 മുതലാണ്. ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലിക അവകാശമാണെന്നും പങ്കാളിയുടെ സ്വകാര്യതയിൽ ഒളിഞ്ഞു കയറിയെടുക്കുന്ന വിവരങ്ങൾ തെളിവായി സ്വീകരിക്കാനാവില്ലെന്നും വിധിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച്. ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലിക അവകാശമാണെന്നും പങ്കാളിയുടെ സ്വകാര്യതയിൽ ഒളിഞ്ഞു കയറിയെടുക്കുന്ന വിവരങ്ങൾ തെളിവായി സ്വീകരിക്കാനാവില്ലെന്നും വിധിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച്. അടുത്തയിടെ ചൈന 3 ബഹിരാകാശ സഞ്ചാരികളെ അയച്ച ബഹിരാകാശ നിലയത്തിൻ്റെ പേരാണ് ടിയാൻ ഗോങ് എന്നത്. അടുത്തയിടെ ചൈന 3 ബഹിരാകാശ സഞ്ചാരികളെ അയച്ച ബഹിരാകാശ നിലയമാണ് ടിയാൻ ഗോങ്. വേൾഡ് ജസ്റ്റിസ് പ്രൊജക്റ്റ് പുറത്തിറക്കിയ റൂൾ ഓഫ് ലോ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 79ാമതാണ്. വേൾഡ് ജസ്റ്റിസ് പ്രൊജക്റ്റ് പുറത്തിറക്കിയ റൂൾ ഓഫ് ലോ എന്ന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2024. 2024 ഇന്ത്യയുടെ സ്ഥാനം 79. 2024 ഒക്ടോബറിൽ സമാധാനത്തിനും സമുദായ ഐക്യത്തിനും ഫിജി സർക്കാർ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത് ശ്രീ രവിശങ്കറിനെയാണ്. 2024 ഒക്ടോബറിൽ സമാധാനത്തിനും സമുദായ ഐക്യത്തിനും ഫിജി സർക്കാർ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത് ശ്രീ രവിശങ്കറിനെയാണ്. അൽബേനിയയിൽ നടന്ന 2024 അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് ചിരാഗ് ചിക്കാര. അൽബേനിയയിൽ നടന്ന 2024 അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരത്തിൻ്റെ പേരാണ് ചിരാഗ് ചിക്കാര. ആദിവാസി മേഖലയിലെ കുട്ടികളെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം നേടുവാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കനസ് ജാഗ. ആദിവാസി മേഖലയിലെ കുട്ടികളെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം നേടുവാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കനസ് ജാഗ. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കുന്നതാണ് സ്വതന്ത്ര വീർ സവർക്കർ എന്ന ചിത്രം. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കുന്നത് സ്വതന്ത്ര വീർ സവർക്കർ എന്ന ചിത്രമാണ്. കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേരാണ് ട്രാസ്ന എന്നത്. കേരളത്തിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേരാണ് ട്രാസ്ന. അയർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ട്രാസ്ന. 2024 വനിതകളുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെൻറ്റിൻ്റെ വേദി ബീഹാറാണ്. 2024 വനിതകളുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെൻറ്റിൻ്റെ വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബീഹാറാണ്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ്റെ പേരാണ് സലീമ ടെറ്റെ. ഏഷ്യൻ വനിതാ ഹോക്കി ടൂർണമെൻറ്റിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഗുഡിയ എന്ന കുരുവി. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിരിക്കപ്പെട്ടിരിക്കുന്നത് അഭ്യുദയ ജിൻഡാൽ ആണ്. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിരിക്കപ്പെട്ടിരിക്കുന്നത് അഭ്യുദയ് ജിൻഡാൽ ആണ്. 2024 കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് വേദിയായത് സമോവയാണ്. 2024 കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് വേദിയായത് സമോവയാണ്. ഭാസീസ് അക്കാഡമി നൽകുന്ന കറണ്ട് അഫയേഴ്സ് വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.